ഈ കറി ഇപ്പോൾ കണ്ടാൽ അടിപൊളിയാണ്. ചക്കക്കുരു, വെള്ളരിക്ക, മാങ്ങ, ഈ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കറി ഇനി എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളതിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ പുതിയൊരു കറിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇടുന്ന പച്ചക്കറികളുടെ കോമ്പിനേഷനാണ് ഇതിന് നല്ലത്. അപ്പോൾ നമ്മളതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് ഇത്. വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ വിചാരിച്ചു ഈ കോമ്പിനേഷനിൽ നമ്മൾ ചെയ്യുന്നത് വളരെ യുണീക്കാണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കോമ്പിനേഷനില്ലേ, അത് വളരെ ടേസ്റ്റിയാണ്. ഇത് ഞങ്ങൾ സാധാരണ പാലക്കാട്, ഇപ്പോഴും ഞാൻ പാലക്കാട് പറയണമെന്ന് വിചാരിക്കേണ്ട, ബട്ട് ഇതൊരു പുളിങ്കറിയാണ്. ഇതിൻ്റെ കഷ്ണം എന്തൊക്കെ അറിയോ? വെള്ളരിക്ക, മുരിങ്ങക്കായ, മാങ്ങ, ഈ വെള്ളരിക്കയുടെ അടിയിൽ ചക്കക്കുരു കേട്ടോ. ഇത് ഞാൻ കാണിക്കാം. ചക്കക്കുരു ഞാൻ ചതച്ചതാണ്. സാധാരണ ചക്കക്കുരു എടുത്തിട്ട് ഇങ്ങനെ ഞാനതിനെ ചതച്ചു. ഇപ്പം എല്ലാം വെള്ളത്തിൽ മുറിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിതിനെ എൻ്റെ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് നല്ലോണം ചൂടായി. ഈ മുരിങ്ങക്കായ ഇട്ടു, കൂടെ തന്നെ വെള്ളരിക്ക, ചക്കക്കുരു കൂടി ഇട്ടു. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഒരു തിള വന്ന ശേഷം ഞാനിതിലേക്ക് ഇപ്പോൾ ആദ്യം തന്നെ മാങ്ങ ഇപ്പം ആഡ് ചെയ്യുന്നില്ല, ഉപ്പ് ആഡ് ചെയ്യാണ് കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. മഞ്ഞപ്പൊടി ഇടട്ടെ. ഇപ്പോൾ എൻ്റെ കുമ്പളങ്ങയും, കുമ്പളങ്ങ അല്ല കേട്ടോ, വെള്ളരിക്കയാണ്. കുമ്പളങ്ങ എന്തെങ്കിലും ഇടാം കേട്ടോ. വെള്ളരിക്കയ്ക്ക് പകരം കുമ്പളങ്ങ ഇടാം. ഇത് ചക്കക്കുരു, മുരിങ്ങക്കായ, ഇതെല്ലാം നന്നായി ഒന്ന് തിളച്ചപ്പോൾ ഈ മാങ്ങ ഇടാൻ പോകുന്നു. ഇത് ഞാൻ ഇട്ടിരിക്കണത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്ന കിളിമൂക്ക മാങ്ങ, തോത്താപ്പൂരിയാണ്. അത് നല്ല പുളിയുണ്ട്. എന്താ കാരണം വെച്ചാൽ അത് നല്ലോണം മൂത്ത് വന്നിട്ടില്ല, അണ്ടിയൊന്നും വെച്ചിട്ടില്ല മാങ്ങയുടെ. അപ്പോൾ അതും ഇട്ടു. ഇനി ഇതിലെന്താ ആഡ് ചെയ്യണമെന്ന് പറയാം. 1 സ്പൂൺ മുളക് പൊടി കേട്ടോ. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കളറിന് വേണ്ടിയിട്ട്. പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു ലേശം വറുത്ത ഉലുവപ്പൊടി കേട്ടോ. വളരെ കുറച്ച്, കഴിക്കരുത്. പിന്നെ ആഡ് ചെയ്യുന്നതാണ് കായം. കായം നിങ്ങൾക്ക് കഷ്ണം ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊടിയുള്ളതുകൊണ്ട് ഞാൻ പൊടി ഇടുന്നു. ഇതെല്ലാം ഇട്ടിട്ട് ഞാനിതിനെ കുക്കറിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാം. ഇത് ഇരുന്ന് വെന്ത് കഴിയുമ്പോൾ നല്ല കൊഴുപ്പൊക്കെ വരും. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് വിസിലിട്ടിട്ട് ഞാൻ ഒരു 3 വിസിലിന് കുക്കർ അടച്ചിട്ട് മുരിങ്ങക്കായ, ചക്കക്കുരു, വെള്ളരിക്ക കറി റെഡിയായി. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വ്യൂവേഴ്സും ഇതൊന്ന് ട്രൈ ചെയ്താലില്ലേ അടിപൊളിയായിരിക്കും. മാങ്ങയുടെ പുളി ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. So friends, see you in the next video with a wonderful recipe. It's bye from Sudha Menon.